ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ സംശയനിഴലിലുള്ള കുഞ്ഞിന്റെ അമ്മ ശ്രീതു സാമ്പത്തിക തട്ടിപ്പ് കേസിന് ഇന്ന് അറസ്റ്റിലായി. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ ശ്രീതുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊലപാതക കേസിൽ അവ്യക്തത തുടരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു നീക്കം. കൊലപാതകം നടന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴും ബാലരാമപുരം കേസിൽ സർവത്ര ദുരൂഹതയാണ്. ഇതിനിടെയാണ് 2.5 വയസ്സുകാരിയായ കുഞ്ഞിന്റെ അമ്മയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ അറസ്റ്റ്. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ശ്രീതുവിന്റെ അറസ്റ്റ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നതായിരുന്നു ശ്രീതു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ പോലും ബോർഡിൽ ശ്രീതു ജോലി ചെയ്തിരുന്നില്ല. ഇവര് പൈസ ചീറ്റ് ചെയ്തിട്ടുള്ളതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലരാമപുരം സ്വദേശി ഷിജുവിന്റെ പരാതിയിൽ വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR. ഷിജുവിന് പുറമെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 10ഓളം ആളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ചതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി മനസ്സിലായെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ. സാമ്പത്തിക ഇടപാടുകളിൽ കരിക്കകം സ്വദേശിയായ ജോത്സ്യൻ ദേവിദാസിന് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകളും കുഞ്ഞിന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് റൂറൽ SP തയ്യാറായില്ല. കൊലപാതകമായി ഈ സാമ്പത്തിക തട്ടിപ്പിന് എന്തെങ്കിലും ബന്ധം? ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പല കാര്യങ്ങളും അന്വേഷിക്കാൻ ബാക്കിയുണ്ട്. കൊലക്കേസിൽ കുറ്റസമ്മതം നടത്തി ജയിലിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അടിക്കടി മൊഴിമാറ്റി പറയുന്ന ഹരികുമാറിനെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പും നടന്നേക്കും. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.